ഞാനത് അവിടുന്ന് ടെൻ്റ് അടിച്ചു കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് കൽപ്പ വില്ലേജ് തന്നെയാണ്. ഞാൻ ഇപ്പോൾ അവിടുന്ന് പോവുക. ഇപ്പോൾ PO ബസ് സ്റ്റാൻഡ് വരെ എത്തണം. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട്. 1 കിലോമീറ്റർ നടന്നു. ഇനി 5 കിലോമീറ്റർ നടക്കാണ്ട്, 5.25 കിലോമീറ്റർ നടക്കാണ്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കൽപ്പേന്ന് PO എന്ന് പറയുന്നത് ഏറ്റവും അടിയിലാണ് കേട്ടോ. ഇവിടുന്ന് ഈ 5 കിലോമീറ്ററും നമുക്ക് താഴേക്ക് നടക്കണം. कोई ना कोई लिफ्ट करेगा गाड़ी से ना, किसकी मिलेगा? ओके छोटी गाड़ी आ जाएगी तो आज में हाथ दे देना, वो पहुंचा देगा नीचे से। ओके भाई, ट्राई करेगा. ഇവിടുന്ന് ചാടിയാലെത്തും POക്ക് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് അവിടുന്ന് കയറേണ്ട ബസ് 7 മണിക്കാട്ടോ. അവിടെ എത്തുമെന്ന് അറിയില്ല. ഇനിയുണ്ട് 5 കിലോമീറ്റർ, 4.9 കിലോമീറ്റർ ഉണ്ട്. വെള്ളം വരുന്നൊക്കെ സാറ്റലൈറ്റ് റിവറെന്ന് പറഞ്ഞാൽ വെള്ളം കേട്ടോ. അതൊക്കെ ഫ്രഷ് വാട്ടർ കേട്ടോ. കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ വലിയ ഗ്രാമവാസികളൊക്കെ ഉപയോഗിക്കണം വെള്ളതാണ് കേട്ടോ കൃഷിയിടങ്ങളിലേക്ക്. അത് നോക്കി രാവിലത്തെ കഴിച്ച സെറ്റല്ലേ. ഞാൻ വടി പിടിച്ചിട്ടോ. എനിക്ക് അവിടെ നിന്നൊരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ ടെൻ്റടിച്ച് അടിക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ വഴി തെറ്റി നടന്നു. അത് ലൊക്കേഷൻ എന്തോ റോങ് കാണിച്ചു. ഞാൻ എന്നിട്ട് ലൊക്കേഷൻ ഓഫ് ചെയ്തു. നേരെ കുറച്ച് നേരത്തെ നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ നേരെ നടന്നു, തെറ്റിയിട്ടാണ് പോകുന്നു. അപ്പോൾ ഈ ശരിയായ വഴി തിരിയേണ്ട ഭാഗമുണ്ടല്ലോ, അവിടുന്ന് ഞാൻ നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ സ്ഥാനത്ത് നിന്ന് 2 പട്ടികളുടെ പിന്നാലെ ഓടി. അവർ വാലാട്ടിയിട്ട് എന്നെ ഇങ്ങനെ നക്കുക, എന്തൊക്കെ ചെയ്യണേ. അതെന്താ സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. കാരണം അവിടെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരൊന്നും ചെയ്യില്ല. എന്നെ മാത്രം ഇങ്ങനെ, ഞാനിങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ല. അവർ എൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കെന്താ, അപ്പോൾ തിന്നാൻ എന്തെങ്കിലും വിചാരിച്ചു. ചിലപ്പോൾ അതിനുണ്ടാവും. ഞാൻ കുറേ നടന്നപ്പോൾ അവിടുന്ന് വേറെ ആളോട് ചോദിച്ചു, PO ബസ് സ്റ്റാൻഡിലേക്ക് തന്നെയല്ലോ, ഇതല്ലല്ലോ തിരിച്ച് നടക്കണമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ ओके शॉर्टकट है ना. हाँ താങ്ക് യു ബൈ, ശുക്രിയ. അപ്പോൾ അങ്ങനെ ആളെനിക്ക് വഴി കാണിച്ചു തന്നു കേട്ടോ. ഷോർട്ട് കട്ട് കാണിച്ചു തന്നു. എനിക്കിതാണ്ടോ, നമുക്ക് ഷോർട്ട് കട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഞാനിങ്ങനെ ശരിയായ വഴി തിരിയേണ്ടോടത്ത് നിന്ന് അവിടുന്ന് നേരെ നടന്നു. അപ്പോൾ ഈ പട്ടികളിൻ്റെ പിന്നാലെ കൂടി എന്നെ നമുക്ക് 2 പട്ടികൾ. എനിക്കെന്താ ചെയ്യേണ്ടത് അറിയില്ല. അവർ കടിക്കുന്നില്ല കേട്ടോ, അതെനിക്ക് ഉറപ്പാണ്. അതിനുവേണ്ടി വന്നതല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് നേരെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പിന്നാലെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ജസ്റ്റ് വടി ചോദിച്ചപ്പോൾ കേട്ടോ വഴി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതല്ലല്ലോ തിരിച്ചടക്കണം പറഞ്ഞു. തിരിച്ച് കടന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയുക, ഈ പട്ടികൾ എന്നെ എൻ്റെ പിന്നാലെ കൂടിയില്ലേ, അതേ ആ ശരിയായ വഴി ഉണ്ട് തന്നല്ലേ, അവിടെ നിന്നായിരുന്നു എനിക്ക് തിരിയേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴും ഈ പട്ടികൾ എൻ്റെ കൂടെ കൂടി. ഞാൻ എന്നിട്ട് ശരിയായ വഴി ഇറങ്ങി അപ്പോൾ തന്നെ ഈ പട്ടികളിൻ്റെ പിന്നാലെ വരൽ നിന്നു കേട്ടോ. അതായത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് ചില മാർഗ്ഗങ്ങൾ കാണിച്ചു തന്നെ വരും. അപ്പോൾ ഞാൻ നടന്നു വരുമ്പോൾ എനിക്ക് വഴി കാണിച്ചു തന്നെ ഇയാളാണ്. ഞാൻ ചോദിച്ചിട്ട് തന്നെയല്ല, അയാൾ എങ്ങോട്ടാന്ന് ചോദിച്ചു, എന്നോട് ചോദിച്ചു. പക്ഷേ അപ്പോൾ അയാൾ എനിക്ക് ശരിക്കും ഷോർട്ട് കട്ട് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഞാൻ ശരിയായി വഴി നടന്നോട് കൂടിയിട്ട് ഈ പട്ടികൾ എൻ്റെ പിന്നാലെന്ന് പോയിട്ടോ. അവരെ നോക്കി എന്നെ വാലാട്ടുന്നുണ്ട്. ബാക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ 2 ആളും അവിടെ ഇരുന്ന് വാലാട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പിന്നാലെ വന്നിട്ടില്ല. ശരിയായ വഴിക്ക് ഞാൻ നടന്നതിന് ശേഷം നമുക്കിനി അടിയിലേക്ക് പോകണം കേട്ടോ. ചെറിയൊരു NH എത്തി. ഇത് ഇവിടുത്തെ NH ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ആട്ടാൻ വേണ്ടിയിട്ട്, അടിക്കാനൊന്നുമല്ല കേട്ടോ, ആട്ടാൻ വേണ്ടി ജസ്റ്റ് കയ്യിൽ പിടിച്ചതാണ്. അവരിങ്ങനെ ആട്ടുമ്പോൾ അവർ പോകണുണ്ട്.
ഇതാണ് സംഭവം എനിക്കറിയാം. ഞാൻ ലിഫ്റ്റ് കിട്ടാൻ രക്ഷപ്പെട്ടു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് തന്നെ ഒറ്റക്കായാലും നമുക്ക് പോണ വഴിക്ക് തന്നെ വഴി കാണിച്ചു തരാൻ പഠിച്ചോ നമ്മൾ ആരെങ്കിലൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോഴൊക്കെ തെറ്റിപ്പോവും, ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല, അതൊക്കെ അങ്ങനെ തന്നെ. എല്ലാം നമ്മൾ സറണ്ടറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം കേട്ടോ, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. അക്സെപ്റ്റ് ആൻഡ് സറണ്ടർ എന്നാ, അത്രേ ഉള്ളൂ. നമുക്ക് വന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, സറണ്ടർ ആവുക. ജീവിതത്തിൻ്റെ മധ്യത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു ഗ്രിപ്പ് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല. പിന്നെ ചിലപ്പോൾ എൻ്റെ ഒരവസ്ഥ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണേ. കാരണം കുറേ ഒന്നും കൺട്രോൾ ഇന്ത്യയിലല്ല, അതാണ് എൻ്റെ ഒരു അവസ്ഥ. ഒരു ഷോർട്ട് കട്ട് കേട്ടോ, നമുക്ക് കണ്ടോ അങ്ങോട്ട് ഇറങ്ങണം. റോഡ് കണ്ടോ നിങ്ങൾ? അങ്ങോട്ട് ഇറങ്ങണം. ഞങ്ങൾക്ക് റോഡ് എന്ന് പറയണ മേലെ കേട്ടോ, നമ്മൾ ഒരു ഷോർട്ട് കട്ട് ഇറങ്ങി പോവുക. അയ്യോട്ടോ, വയ്യാണ്ടായത് അതിങ്ങനെ കുനിഞ്ഞ് നിൽക്കും. കാരണം ബാഗ് എവിടെയും വെക്കാൻ നമുക്ക് സമയമില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് പോയി. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, 5 സെക്കൻഡ് ഒന്നങ്ങോട്ട് താഴ്ന്നു നിൽക്കും, പുറം താഴ്ത്തി നിൽക്കും. ബാഗ് കുറച്ചൊരു സുഖം കിട്ടും. ഞാൻ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് നമുക്ക് ഷോർട്ട് കട്ട് കിട്ടിയിട്ടോ. അയ്യോ, എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് അത് ബാക്കിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലൂസായി പോന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ എടുക്കാൻ കൊടുത്തിട്ട് ബാക്കിൽ വെക്കണേ ഞാൻ ബാഗൊക്കെ വരേണ്ടി വരും. ഏതാ വഴിയാവോ? അത് ആ വഴിയാന്ന് തോന്നുന്നു കേട്ടോ. ഈ വഴിയാവും കയറും. ഇതൊക്കെ ചെറിയൊരു ഫോറസ്റ്റ് പരിധി പെട്ട സ്ഥലം കേട്ടോ. അതാണ്ടോ അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാ. അയ്യോ നടക്കാം. അയ്യോ കാല് വേദനിക്കുന്നുണ്ട് കേട്ടോ. പുറമല്ല എനിക്ക് കാലിൻ്റെ മുട്ട് വേദനിക്കുന്നുണ്ട് ചെറുങ്ങനെ. ഇത് വമ്പൻ ഷോർട്ട് കട്ടാവുന്നു കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും താഴേക്ക് കുത്താൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക. വഴിയിലേക്ക് വിട്ടുപോയി. വഴി ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. ഇതിനെ നോക്കി ഇറങ്ങണം കേട്ടോ. കല്ലിലൊക്കെ ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടിയിട്ടില്ലെങ്കിൽ ഉരുണ്ട് നിലത്തേക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. ബസ്സുകാലമല്ല, 7 മണിക്ക് ബസ് എന്ന് പറഞ്ഞ സമയം 6:30. ഇനിയും 1.5 കിലോമീറ്റർ കൂടി നടക്കാണ്ട്. എളുപ്പമില്ല കേട്ടോ. കാരണം കയറ്റംകാരിലായാലും അതിൻ്റേതായ പണിയുണ്ട്. ഇറക്കിറങ്ങുമ്പോൾ ഗ്രിപ്പ് ചെയ്ത് ഇറങ്ങണം. മുട്ടുമുക്കല്ല മൊത്തം പോവുക. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇതുണ്ടോ ഞാൻ അടുത്ത റോഡ്. ഇനി ഇതിൻ്റെ അടുത്ത അടിക്ക് ഇനി വേറെ ഷോർട്ട് കട്ട് ഉണ്ടോ നോക്കണം. എന്തായാലും കുറച്ച് നേരം ഇരുന്നതാണ്. അയാളാണ് ഒരു ഓറഞ്ച് സുമിതാണ്. അയാളാണ് എനിക്ക് ഇത്രയാണ് വഴി കാണിച്ചെന്നേ. ഇറങ്ങിയപ്പോൾ ഷോർട്ട് കട്ട്. അതാ കുറച്ച് കുട്ടികൾ നോക്കണം. ഇയാളെ എനിക്ക് പോകാനുള്ള വഴി കാണിച്ചെന്നേ. ഹായ്, ഹൗ ആർ യു? ഓക്കെ, ബൈ, താങ്ക് യു. ഇവിടുത്തെ കുട്ടികളോട്ടോ, ഇവർ എന്നെ കണ്ടപ്പോൾ ഞാൻ നോക്കുക. ഞാൻ വീഡിയോ എടുക്കാം. അടിക്ക് ഷോർട്ട് കട്ട് ഉണ്ടോ?
ഞാൻ അങ്ങനെ നടന്നു വരുമ്പോൾ എനിക്കൊരാളെ കിട്ടിയിട്ടാണ് വ്യത്യാസക്കാരനാണുള്ള പേര്. ബൈ ഹായ് പോലോ. ഹായ്. അപ്പോൾ ആള് ഗുജറാത്തിലാണ് വീട്. ആൾ ക്രൈം ബ്രാഞ്ചിലാട്ടോ വർക്ക് ചെയ്യണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നേരം സംസാരിച്ച് വരിക. എനിക്ക് ബസ് 7 മണിക്കാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആൾ ജോഗിങ്ങിന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടിയതാണ്. നോക്കും അടിപൊളിയല്ലേ. ഞാൻ മേലെ നട്ട വരണേ. മേലെ നിന്നാണ് കൽപ്പന വരണേ. അടിയിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കേട്ടോ. ആള് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. അവസാനം ബസ് കിട്ടിയിട്ടോ. ബസ് കിട്ടി. 7 മണിക്ക് ബസ്. ഞാൻ 5 മിനിറ്റ് പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 4 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും കേട്ടോ. ഈ പാലം കഴിഞ്ഞിട്ട് അടിക്ക് ഷോർട്ട് കട്ട് ഉള്ളതുകൊണ്ട് 2 കിലോമീറ്റർ നമുക്ക് ലാഭം കിട്ടി. കരച്ച് വയ്യ. വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ യുല്ല വില്ലേജിലേക്കാണ് പോണേ. ബസ്സൊക്കെ ഒടിഞ്ഞ് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര പാടാട്ടോ. അവിടെ നമ്മളിപ്പോൾ അടിയിൽ നിന്ന് വന്നേട്ടോ. നമുക്കിത് പറഞ്ഞ് മേലൊക്കെ പോകണം. ഇവിടെ പഠിക്കണ സ്കൂളിലെ കുട്ടികളാട്ടോ. സ്കൂളിൽ പോകാൻ വേണ്ടി വന്ന് കയറിയതാണ്.